BJP അപ്രതീക്ഷിത സീറ്റുകളിലും വിജയിക്കും രാജീവ് ചന്ദ്രശേഖർ. BJPക്ക് ഇത് നിർണായക തെരഞ്ഞെടുപ്പാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വികസന കേരളം എന്ന മുദ്രാവാക്യവുമായി പ്രചാരണ രംഗത്ത് BJP സജീവമാണ്. 1-2 സീറ്റിനായല്ല മത്സരിക്കുന്നത്. കേരളത്തിൽ എല്ലായിടത്തും ഞങ്ങൾ മത്സരിക്കുന്നുണ്ട്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സാബു ജേക്കബും താനുമായി നല്ല ബന്ധമാണ്. മാറ്റം കൊണ്ടുവരണമെന്നത് ഞങ്ങളുടെ വാശിയാണ്. 2020യുമായുള്ള സഖ്യം ആലോചിച്ചെടുത്തതാണ്. വിജയസാധ്യത കണക്കിലെടുത്താണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയത്. UDFും LDFും ജനങ്ങളെ വഞ്ചിച്ച പാർട്ടികളാണ്. അവരെ രണ്ടായി കണക്കാക്കില്ല, ഒന്നാണ്. മൂന്നാം LDF സർക്കാരിനുള്ള സാധ്യതയില്ല. BJP പ്രധാന കക്ഷിയാകുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണിത്. CPMന്റെ വീഴ്ചയുടെ ഗുണം കോൺഗ്രസിന് കിട്ടില്ല. അത് മിഥ്യാധാരണയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കേരളത്തിലെ 140 സീറ്റിലും ജനം മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. പലയിടത്തും ഇരുമുന്നണികളെ ആളുകൾക്കും അടുത്തു. ത്രിപുരയിലും ബംഗാളിലും പെട്ടെന്നാണ് മാറ്റമുണ്ടായത്. കേരളത്തിലും ഇത്തവണ സമാനമായ സാഹചര്യമുണ്ടാകും. അപ്രതീക്ഷിത സീറ്റുകളിൽ വിജയമുണ്ടാകും. BJPക്ക് സീറ്റ് ലഭിക്കില്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതിന് കാരണം അവർ BJPയെ ഗൗരവത്തോടെ കാണുന്നു എന്നതിന് തെളിവാണ്. CPM നേതാക്കളും കോൺഗ്രസ് നേതാക്കളും BJPയിൽ ചേരുന്നു. കോൺഗ്രസ് നാണമില്ലാത്ത പാർട്ടിയാണ്, വ്യാജ വാഗ്ദാനം നൽകുന്ന പാർട്ടിയാണെന്നും കോൺഗ്രസിന് കുറച്ച് സീറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂവെന്നും രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടി.